കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടും വോട്ടെടുപ്പും അവസാനിച്ചെങ്കിലും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ആവേശം അവസാനിച്ചിട്ടില്ല. ഇന്നലെ വൈകുന്നേരത്തോടെ തമിഴ്നാട്ടിലെ പരസ്യ പ്രചാരണം അവസാനിച്ചു. ഇത്തവണ തമിഴ്നാട്ടിൽ തീപാറും മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ജില്ലയുടെ അതിർത്തി മേഖലയായ ബോഡി നായ്ക്കന്നൂർ. ത്രികോണ മത്സരം നടക്കുന്ന ബോഡി നായ്ക്കന്നൂരിൽ മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം അടക്കമുള്ളവർ മത്സര രംഗത്തുണ്ട്. തേനി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ഒരു പ്രധാന നിയമസഭാ മണ്ഡലമാണ് ബോഡി നായ്ക്കന്നൂർ. 2026 വോട്ടർ പട്ടിക പ്രകാരം ബോഡി നായ്ക്കന്നൂരിൽ ആകെ 2,61,631 വോട്ടർമാരുണ്ട്. ഇതിൽ 1,26,856 പുരുഷന്മാരും 1,34,760 സ്ത്രീകളും 15 ട്രാൻസ്ജെൻഡേഴ്സും വോട്ടർമാരായുണ്ട്. ഇത്തവണ തീപാറും പോരാട്ടം പ്രവചിക്കുന്ന തമിഴ്നാട്ടിലെ മണ്ഡലങ്ങളിലൊന്നാണ് ബോഡി നായ്ക്കന്നൂർ. ഈ തെരഞ്ഞെടുപ്പിൽ DMKയുടെ ഒ പനീർസെൽവം, AIADMKയുടെ VT നാരായണസ്വാമി, TVKയുടെ S പ്രകാശ്, നാം തമിഴർ കക്ഷിയുടെ കലയരസ് എന്നിവർ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നു. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയും 3 തവണ ബോഡി നായ്ക്കന്നൂരിൽ വിജയിച്ച ഒ പനീർസെൽവമാണ് ബോഡി നായ്ക്കന്നൂരിൽ വീണ്ടും അംഗത്തട്ടിലിറങ്ങിയിരിക്കുന്നത്. എന്നാൽ അന്ന് AIADMKയിലായിരുന്നുവെങ്കിൽ ഇത്തവണ സ്റ്റാലിൻ നയിക്കുന്ന DMKയിലെത്തിയാണ് പനീർസെൽവം ജനവിധി തേടുന്നത്. மக்களுக்கு எது தேவையோ அதை தருகின்ற ஆட்சி. நம்முடைய மாணவ செல்வங்களுக்கு காலை உணவு வழங்கப்பட்டுக் கொண்டிருக்கிறது என்பதை அன்போடு தெரிவித்துக் கொள்கிறேன். പാർട്ടിയുടെ തേനി ജില്ലാ നേതാവായ VT നാരായണസ്വാമിയാണ് AIADMKയുടെ സ്ഥാനാർത്ഥി. പാർട്ടിയുടെ കോട്ടയായി അറിയപ്പെടുന്ന ബോഡി നായ്ക്കന്നൂർ മണ്ഡലം നിലനിർത്തുക എന്നത് എടപ്പാടി പളനിസ്വാമിക്കും നാരായണസ്വാമിക്കും അഭിമാന പ്രശ്നമാണ്. வருஷத்துக்கு நான் என்னை சட்டமன்ற உறுப்பினர் கண்டிப்பா உங்களை பார்த்தாலே தெரியுது நான் ஜெயிச்சிட்டேன். നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെറ്റിക്കഴകത്തിന്റെ സ്ഥാനാർത്ഥി S പ്രകാശാണ്. ബോഡി നായ്ക്കന്നൂരിൽ പുതിയൊരു മാറ്റം കൊണ്ടുവരാമെന്ന പ്രതീക്ഷയിലാണ് TVK സ്ഥാനാർത്ഥി S പ്രകാശ്. ഒരു മാറ്റം വേണ്ടും എന്ന് പെൺകൾ മധ്യയിലെ അമോഘ വരവേற்பുடன் 80% பெண்கள் இன்னைக்கு தளபதி வரணும் அப்படிங்கறத எதிர்பார்க்கறாங்க. കനത്ത ചൂടാണെങ്കിലും പ്രചരണാവശ്യത്തിന് തെല്ലും കുറവില്ല. ത്രികോണ മത്സരം നടക്കുന്ന ബോഡി നായ്ക്കന്നൂരിൽ ആര് വിജയിക്കുമെന്ന ആകാംക്ഷയിലാണ് ബോഡി നായ്ക്കന്നൂരിലെ ജനങ്ങൾ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ബോഡി.